അസ്സലാമലൈക്കും. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ഉണ്ടയാണ്. 300 ഗ്രാം അതിന് ആവശ്യമുള്ളത് 300 ഗ്രാം ചെമ്മീൻ ചെറിയ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് മസാലയാക്കുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ ഞങ്ങൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ചൂട് കട്ടിയുള്ളൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്ത ചെമ്മീൻ അതിലേക്കിട്ട് ഫ്രൈ ചെയ്യുക. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ട് 2 വലിയ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുകയാണ് വേണ്ടത്. ചെറുതായി കനം കുറച്ച് മുറിച്ചിടുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതങ്ങനെ മുറിച്ചിട്ട് പിന്നെ അതിന് ശേഷം 3 പച്ചമുളക് അതിലേക്ക് വേണം. പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിടണം. അപ്പോൾ ഇപ്പോൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ അതിൽ നിന്ന് ചെമ്മീൻ മാറ്റി വെച്ചിട്ട് അതിൽ ഉള്ളി ചേർക്കുക. കനം മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കുക. എന്നിട്ട് ഉള്ളി സാധാരണ വഴറ്റുന്ന പോലെ കുറച്ച് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തത് മിക്സിയിൽ കുറച്ച് തേങ്ങ വേണം. ഒരു അരമുറി, വലിയ അരമുറി തേങ്ങ. അതിലേക്ക് കുറച്ച് മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. കൂടുതലായിട്ട് അരക്കൊന്നും വേണ്ട, വെള്ളവും ചേർക്കണ്ട. പിന്നെ അത് ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചിയും നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ അതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ചെമ്മീനും ചേർത്തു, കുറച്ച് മല്ലിയിലയും ചേർത്തു. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം. സാധാരണ ഒറോട്ടിപ്പൊടിയാണിത്, മലബാർ ഒറോട്ടിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സാധാ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി. അത് നല്ലോണം കുഴച്ചെടുക്കുക. പിന്നെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിട്ട് പിന്നെ ഇത് ചെറുത് ഉരുളകളാക്കി എടുക്കുക. അരി കുഴച്ച അരി ഉരുളകളാക്കി എടുത്തിട്ട് അതിലേക്ക് മസാല വെച്ച് റോളാക്കി എടുക്കുന്നതാണ്. റോളല്ല, ഒരു ബോൾ ഷേപ്പിൽ. അപ്പം നേരത്തെ തയ്യാറാക്കിയ കൊഞ്ചൻ്റെ മസാല എടുത്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ അത് റോളാക്കി എടുക്കുക. റോൾ മീൻസ് ഉരുളകളാക്കി എടുത്തിട്ട് ആവിയിൽ വെച്ച് വേവിക്കുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. എല്ലാവർക്കും, മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയാൽ. ഞാൻ സാധാരണ സ്കൂളിലേക്കൊക്കെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി ഈസിയാണ് മക്കൾക്ക് സ്കൂളിലേക്ക് വേഗം ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഒക്കെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും